കേരളത്തിന്റെ മറ്റൊരു പേടിക്കഥ. പഴയ തൊട്ടിപ്പുറത്തുള്ള വൃക്ഷം. സ്ഥലം വേനാട് ഗ്രാമം. കാലം 1995 കുറയ്ക്കുക 96 കാലഘട്ടം. വേനാട്ടിലെ ഒരു പഴയ തൊട്ടിൽ വീടിന്റെ പുറകിൽ ഒരു വലിയ അറയാൽ മരം ഉണ്ടായിരുന്നു. അന്നു മുതൽ ഇന്ന് വരെ ആരും ആ മരത്തിന് കീഴിൽ രാത്രി നിൽക്കുന്നില്ല. കാരണം ഒരു കഥ. 10 വർഷം മുമ്പ് ആ വീട്ടിലെ കൃഷ്ണൻചേട്ടൻ രാത്രി പാനീയം കഴിച്ചു വന്നു. വെറുതെ ആ മരത്തിന് കീഴിൽ ഇരുന്നു ചൂണ്ടുപിടിക്കാം എന്ന് തീരുമാനിച്ചു. രാത്രി 12:30 ചുറ്റി നോക്കിയപ്പോൾ ആരുമില്ല. പക്ഷെ കാറിഞ്ഞു നോക്കിയപ്പോൾ വൃക്ഷത്തിന്റെ മുകളിൽ ചുണ്ടുചുവർന്നു കണ്ണുകൾ തിളങ്ങി ഇരിക്കുന്ന സ്ത്രീയൊരു രൂപം. അവൾ പറഞ്ഞു, "ഈ മരം എന്റേതാണ്, വീണ്ടും വരരുത്." അന്നു മുതൽ കൃഷ്ണൻചേട്ടൻ സംസാരശേഷി നഷ്ടപ്പെട്ടു. ഇന്ന് വരെ ആ മരത്തിന്റെ സമീപം ആർക്കും ഒരുപാട് ശീതളം തോന്നും. തോരാതെ കഴുത്ത് വേദനിക്കും. പെട്ടെന്നു തലയിളക്കം വരും. കഥയുടെ അവസാനം. പിന്നീട് നാട്ടുകാർ പറയുന്നു, ആ മരത്തിനു മേൽ പ്രേതം കയറിയിരിക്കാറുണ്ട്. അവളുടെ പേര് ആരും അറിയില്ല. എന്നാൽ അവൾ രാത്രി ആരെയും നോക്കിയിരിക്കും, അടുത്തയാളെ കാത്ത്. ഇന്നും ആരെങ്കിലും അവിടെ വെറും കല്ല് എറിഞ്ഞാലും അപ്പോൾ അതിന്റെ മറുപടി കാറ്റായി വരും. അത് കേരളത്തിന്റെ ഭൂതങ്ങൾ ഇടറാറുള്ള രീതി തന്നെ. ചുരുക്കം പഠിപ്പ്. പഴയ വൃക്ഷങ്ങൾക്കും നാട്ടുപറച്ചിൽക്കുമുള്ള ഭേക്കഥകളിൽ കേരളം എന്നും സമ്പന്നു. പലപ്പോഴും അവ വിശ്വാസത്തിൽ നിന്ന് പിറക്കുന്ന കഥകളാണ്.